Good evening to all of you. In the last class, we studied about basic sentences. So, what are the basic sentences? There are 6 sentences normally. What you call a positive sentence, negative sentence, positive yes or no question, negative yes or no question, and positive WH question, and finally negative WH question. These are all, when we speak or when we communicate with one person in English language, we have to ask questions and we have to say something positively, something negatively, and sometimes we have to what you call order him or command him. Some other times we have to ask him a request, or we can request him. So these are total 10 sentences. നമ്മൾ 10 വാക്യങ്ങളാണ് പഠിച്ചത്. ശരിക്ക് 6 വാക്യങ്ങൾ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. പിന്നീട് നമ്മൾ പഠിച്ചത് 2 തരം കമാൻഡുകൾ ഉണ്ട് എന്നും 2 തരം റിക്വസ്റ്റുകൾ ഉണ്ട് എന്നും പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് കമാൻഡ്. നമുക്ക് ഇങ്ങനെ പറയാം അല്ലേ, ഡു ഇറ്റ്. ഇപ്പോൾ ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യൂ. ഓക്കെ. കം ഓൺ ടൈം, സമയത്ത് വരൂ. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കമാൻഡുകളാണ്. ഇനി ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് കമാൻഡാണ്, അത് ചെയ്യരുത്. ഓക്കെ. ആൻഡ് ഡോണ്ട് കം ഓൺ ടൈം, സമയത്ത് വരരുത്. ഓക്കെ. ഓർ ഡോണ്ട് കം ലേറ്റ്, വൈകി വരരുത്. ഇതൊക്കെ നെഗറ്റീവായ കമാൻഡുകളാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്ലീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിക്വസ്റ്റും നെഗറ്റീവ് റിക്വസ്റ്റും റെസ്പെക്റ്റീവ്ലി കിട്ടും നമുക്ക്. ഓക്കെ. സോ അതെങ്ങനെയാണ്? ഇപ്പോൾ പ്ലീസ് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് റിക്വസ്റ്റാണ്. ദയവായി അത് ചെയ്യൂ. ദയവായി എന്നർത്ഥം മലയാളത്തിൽ സാധാരണ പറയാറില്ലെങ്കിലും കറക്റ്റ് പരിഭാഷ പറയുമ്പോൾ അങ്ങനെ പറയണം. ആൻഡ് പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്, ദയവായി അത് ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് കം ലേറ്റ്, വൈകി വരരുത്, ദയവായി വൈകി വരരുത്. ഇതൊക്കെ നെഗറ്റീവായ റിക്വസ്റ്റാണ്. ദീസ് ആർ ഓൾ help us to speak what you have in our mind through English with someone. ഇത് നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരം യൂസേജ് പറയേണ്ടി വരും. ഞാൻ മുമ്പ് ക്ലാസ്സിൽ ടെൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലെ ടെൻസ് കൂടി അറിഞ്ഞിരിക്കണം. ഗ്രാമറിനെ ഗ്രാമറായിട്ട് പഠിപ്പിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. നമുക്ക് എന്താണ് ഓരോ സമയത്തും പറയേണ്ടത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. In English language, there are 3 tenses. There are 3 tenses like every other language. നിങ്ങൾ മറ്റ് ലാംഗ്വേജുകളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഹിന്ദിയൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, കുറേയൊക്കെ അറബി മദ്രസകളിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്കറിയാം there are 3 tenses in all languages. Likewise in English. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ടെന്നാണ് പറയേണ്ടത്. അതായത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. സോ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു ടൈമാണ് പ്രസൻറ്റ് ടെൻസ്. കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ അത് പറയുന്ന ഫോർമാറ്റാണ് പാസ്റ്റ്. നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണോ അത് പറയുന്ന ഫോർമാറ്റാണ് ഫ്യൂച്ചർ ടെൻസ്. ബട്ട് ഓൾ ഓഫ് ദീസ് 3 tenses have four divisions. ഓക്കെ. ഈ ഒരു 3 tenses മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. പക്ഷേ ഇതിൽ ഓരോന്നിനും 4 divisions വീതമുണ്ട്. അപ്പോൾ നമുക്ക് ഡിവിഷൻസിൻ്റെ പേര് നമുക്ക് സിമ്പിൾ, ഫസ്റ്റ് ഡിവിഷൻ സിമ്പിൾ എന്നാണ് പറയുക. സെക്കൻഡ് ഡിവിഷൻ്റെ പേര് കണ്ടിന്യൂസ് എന്നാണ്. തേർഡ് ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ് എന്നാണ്. ആൻഡ് ഫോർത്ത് ദാറ്റ്സ് ഫൈനൽ ഡിവിഷൻ്റെ പേര് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. അപ്പോൾ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത് ഡിവിഷൻ്റെ പേരാണ്. ആദ്യം ടെൻസിൻ്റെ പേരും പിന്നെ ഡിവിഷൻ്റെ പേരും നമ്മളൊന്ന് പറഞ്ഞ് ശീലിക്കുന്നത് നല്ലതാണ്.
ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടെൻസസിൻ്റെ പേരൊന്നും പഠിക്കണം എന്നില്ല. ബട്ട് യു ആർ ടീച്ചേഴ്സ്. ഇൻ ഫ്യൂച്ചർ യു ഹാവ് ടു ഡീൽ വിത്ത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് ഇംഗ്ലീഷ് ടെൻസസ് ഇൻ യുവർ ക്ലാസ്സസ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് അറിഞ്ഞ് പഠിക്കണം. നമ്മൾ ടീച്ചർമാരായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥക്ക് നിർബന്ധിതരാകുന്നത്. ടീച്ചർമാരല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ ടീച്ചർമാരാകുമ്പോൾ നമുക്ക് നമുക്ക് ഇംഗ്ലീഷിനെ പഠിപ്പിക്കേണ്ടി വരും ചെറിയ ക്ലാസ്സുകളിലാണെങ്കിൽ പോലും അതിന് നിർദ്ദേശങ്ങൾ തരുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനുള്ള ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കുകളുണ്ട്. ഈ ഹാൻഡ് ബുക്കുകളൊക്കെ തന്നെ ഇംഗ്ലീഷിലായിരിക്കും. മാത്രമല്ല അതിലുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ റിയലി നമുക്ക് കൃത്യമായിട്ട് ഈ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് പ്രസൻറ്റിന് 4 ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പ്രസൻറ്റ് സിമ്പിൾ എന്നാണ് ഫസ്റ്റ് ഡിവിഷൻ്റെ പേര്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാണ് സെക്കൻഡ് ഡിവിഷൻ്റെ പേര്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് തേർഡ് ഡിവിഷൻ. അതായത് പ്രസൻറ്റ് ടെൻസിൻ്റെ തേർഡ് ഡിവിഷൻ്റെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ് പിന്നെ പ്രസൻറ്റിൻ്റെ അവസാനത്തെ ഡിവിഷൻ്റെ പേര്. അപ്പോൾ 4 ഡിവിഷൻ്റെ പേരും എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുന്നു, പഠിക്കുന്നു നല്ലതാണ്. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ബൈഹട്ട് പഠിച്ചോളൂ. കാരണം നമുക്കിതൊക്കെ അറിഞ്ഞ് പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടെൻസുകളെ പേരൊക്കെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പ്രസൻറ്റ് സിമ്പിൾ, സെക്കൻഡ് വൺ പ്രസൻറ്റ് കണ്ടിന്യൂസ്, തേർഡ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാവരും. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് ഇതിലെ വാക്യങ്ങൾ പറയുന്ന സ്റ്റൈല് പഠിപ്പിച്ചു തരികയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഥയാവുമ്പോൾ എല്ലാവരും ഓർക്കും. കഥ എന്ന് പറയുമ്പോൾ ഒരു കഥയല്ല, നിങ്ങളുടെ ലൈഫിലൊക്കെ സംഭവിക്കുന്ന ചില സംഭവങ്ങളുമായി ചേർത്ത് ഇണക്കിയിട്ട് ഈ ടെൻസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അത് ഓർക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് ആദ്യം അപ്പോൾ നിങ്ങളെ പിന്നെ ഹസ്ബൻഡും മക്കളും കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ് ഈവനിങ് എന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അതായത് മാരേജ് കഴിയുന്ന മുമ്പ് നിങ്ങളെ കൂടെ പഠിച്ച് നിങ്ങളെ ചങ്കായ ഒരു കൂട്ടുകാരിയെ അതേ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞൊരു 5 years or 6 years പിന്നെ അവളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. മേ ബി ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അതില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത്. അപ്പോൾ നോർമലി നമ്മൾ അവളോട് കുറച്ച് സമയം അടുത്തിടപഴകും, സംസാരിക്കും, അല്ലേ? അവളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കും. അത് സ്വാഭാവികമാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിച്ചു, നിൻ്റെ മാരേജ് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷെ എനിക്കന്ന് വരാൻ കഴിഞ്ഞില്ല. മേ ബി എൻ്റെ മദറിനിലോ ചെറിയൊരു പ്രോബ്ലം കാരണം ഹോസ്പിറ്റലായിരുന്നു. സോ നിൻ്റെ മാരേജ് ചെയ്ത പ്ലേസ് എനിക്കറിയാം, ബട്ട് അതിനുശേഷം നമുക്ക് കൂടുതൽ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഫാമിലി കാര്യങ്ങളിലും കൂടുതൽ എൻഗേജ് ആയി, അതുകൊണ്ടായിരിക്കണം. സോ നിൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പോൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിയായ ക്ലാസ്മേറ്റ് ആയിരുന്ന ചങ്കായിരുന്ന അവർ പറയുകയാണ്, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. ഞാനിവിടെ ഈ വാക്യം പറഞ്ഞത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന അഥവാ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്ന ടെൻസിലാണ്. ഓക്കെ, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ബാങ്കിൽ ജോലി ചെയ്യുകയാണ്, അദ്ദേഹം സ്കൂളിൽ ജോലി ചെയ്യുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ പറയാൻ വേണ്ടിയാണ് ഈ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഹി വർക്ക്സ്, WORKS ആണ്. കഴിയുന്നവരൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ മൂപ്പര് ഇപ്പോൾ ജോലി ചെയ്യുന്ന കാര്യം മാത്രമല്ല, മൂപ്പര് പൊതുവായിട്ട് അവിടെ ജോലി ചെയ്യുന്ന അവസ്ഥയിലാണ്, മൂപ്പരെ തൊഴിൽ അതാണ്. അങ്ങനെ പറയും നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. ഇനി നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങളുടെയും ഇപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയ ഫ്രണ്ടിൻ്റെയും കൂടെ ചങ്കായിരുന്ന വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവർ പേര് നൗഫിറ എന്നായിരുന്നു.
അപ്പോൾ വാട്ട് അബൌട്ട് നോഫിറ? ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ ഹേർഡ് സംതിങ് അബൌട്ട് നോഫിറ. നോഫിറയെ കുറിച്ച് ഞാൻ വല്ലതും കേട്ടിട്ട് ഒരുപാട് കാലമായി. കാരണം മാരേജിന് ശേഷം നോഫിറുമായിട്ട് ദർ ഈസ് നോ കോണ്ടാക്ട് അറ്റ് ഓൾ. സോ നോഫിറയെ കുറിച്ച് നീ എന്ത് അറിഞ്ഞിരുന്നോ? വാട്ട് അബൌട്ട് നോഫിറ? അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടുകാരി, നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരി പറയാണ്, ഷീ ലിവ്സ് ഇൻ സിറ്റി. അവൾ സിറ്റിയിലാണ് അവൾ താമസിക്കുന്നത്. കണ്ടോ, ഇതൊരു അവസ്ഥയാണ്. ഷീ ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, താമസിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ നോർമലി നമ്മൾ ഈ പ്രസന്റ് സിമ്പിൾ ടെൻസിൽ നമ്മളൊരു സബ്ജക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരാൾ മാത്രമാണെങ്കിൽ നമ്മൾ ഈ വേർബിന്റെ കൂടെ യെസ് ചേർക്കണം എന്നൊരു നിയമം കൂടി ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹി വർക്ക്സ്, ആ വർക്കിന്റെ കൂടെ യെസ് ചേർന്നത്. ശരിക്കും എസ് അല്ല ചേരുന്നത്, ഡെസ് ആണ് അവിടെ ചേരുന്നത്. ഡെസ് അവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. ഡെസ്സിന്റെ അവസാനത്തെ എസ് ആണ് വർക്കിന്റെ അവസാനമായി കാണുന്നത്, അഥവാ ലിവിന്റെ അവസാനമായി കാണുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്, ഷീ ലിവ്സ് ഇൻ സിറ്റി. അപ്പോൾ ഒരാൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ താമസകാര്യം പറയുക, ഒരാളെ ജോലിക്കാര്യം പറയുക, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇതാണ് ആ പ്രസന്റ് സിമ്പിൾ ടെൻസിന്റെ യൂസേജ്. ഇനി നമുക്കൊരു വാക്യം കിട്ടി, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാണ് ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, ഒരു ബാങ്കിൽ ജോലി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാക്യം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ 6 വാക്യം പഠിപ്പിച്ചു. ബേസിക് സെന്റൻസ് എന്ന് പറയുന്ന പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഈ ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് പറയുന്ന ഈ വാക്യം പോസിറ്റീവ് സെന്റൻസ് ആണ്. ആ വാക്യം അതുകൊണ്ട് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, 2 മുതൽ ചെയ്താൽ മതി. അഥവാ നെഗറ്റീവ് സെന്റൻസ് മുതൽ നിങ്ങൾ ചെയ്താൽ മതി. പോസിറ്റീവ് സെന്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ. ഹി ലിവ്സ് ഇൻ എ ബാങ്ക്, അതാണ് പോസിറ്റീവ് സെന്റൻസ്. അപ്പൊ നെഗറ്റീവ് എങ്ങനെ വരിക? ഹി ഡസീന്റ് വർക്ക് ഇൻ എ ബാങ്ക്. ഡസ് എഴുതി കഴിഞ്ഞാൽ, ഡസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർക്കിന്റെ കൂടെ യെസ് പറയാൻ പാടില്ല. കാരണം ആ യെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും യെസ് അല്ല അവിടെ ഉള്ളത്, ഡസ് ആണ്. നമുക്കറിയാം ഹി ഡസീന്റ് വർക്ക് ഇൻ എ ബാങ്ക്. അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ബാങ്കിലല്ല ജോലി. ആ അർത്ഥത്തിലാണ് നമ്മൾ ഹി ഡസീന്റ് വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞത്. ഇനി നമുക്കറിയാം ഇതിന്റെ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? എങ്ങനെ പറയാം? ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അദ്ദേഹം ഒരു ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? ഡസ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം നെഗറ്റീവ്, 4th ആണ് നെഗറ്റീവ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെങ്ങനെ പറയാ? ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അദ്ദേഹം ഒരു ബാങ്കിലല്ലേ ജോലി ചെയ്യുന്നത്? ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? ഇതൊക്കെ നമ്മൾ ദൈനംദിന ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വാക്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കൂടി ചെയ്യണം എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് 5th, 6th ഓർഡർ പ്രകാരം പോസിറ്റീവ് പോസിറ്റീവ് WH ക്വസ്റ്റ്യനും നെഗറ്റീവ് WH ക്വസ്റ്റ്യനുമാണ് നമുക്ക് പറയാനുള്ളത്. അതിന്റെ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, വേർ ഡസ് ഹി വർക്ക്? എങ്ങനെ പറയാം? വേർ ഡസ് ഹി വർക്ക്? അദ്ദേഹം എവിടെയാ വർക്ക് ചെയ്യുന്നത്? വേർ ഡസ് ഹി വർക്ക്? ഓക്കെ, ഇനി നമുക്ക് ഇനി നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, വൈ ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? വൈ ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അദ്ദേഹം ഒരു ബാങ്കിൽ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല? വൈ ഡസീന്റ് ഹി വർക്ക് ഇൻ എ ബാങ്ക്? അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ദൈനംദിന ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്യങ്ങളാണ് എന്ന് കരുതിയിട്ട് എല്ലാവരും എഴുതി വെക്കണം. വൈകി വന്നവർ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ നോക്കിയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിയർ ഇറ്റ് വിത്ത് മീ. എൻ്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കും അതിന് കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഒരു കഥ മോഡലാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിയോട് അവരെ ഒരുപാട് കാലത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ അവർ ഹസ്ബൻഡിനോട് ചോദിച്ചു,
അദ്ദേഹം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അല്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് എന്താ ജോലി? വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് ജോബ് ഓർ വാട്ട് ഈസ് ഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്സ് ഇൻ എ ബാങ്ക്, ഈ വർക്ക്സ് ഇൻ ദുബായ്, ഈ വർക്ക്സ് ഇൻ അബുദാബി, ഈ വർക്ക്സ് ഇൻ ഗവൺമെൻറ് സർവീസ് എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള വാക്യം എല്ലാവരും ഒന്ന് ചെയ്ത് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി. ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇത് വാക്യം ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. എന്ത് അറിയോ? അപ്പം നേരത്തെ നമ്മുടെ നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാരിയായിരുന്ന അല്ലേ നൗഫിറ. അപ്പോൾ നൗഫിറയെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ എന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ട് സംസാരിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഷീ ലിവ്സ് ഇൻ സിറ്റി. അവൾ സിറ്റിയിലാണ് അവൾ താമസിക്കുന്നത്. അത്ര എനിക്കറിയുള്ളൂ. അവളുമായി കൂടുതൽ കോണ്ടാക്റ്റ് ഇല്ല. അവളെ നമ്പറൊക്കെ ഉണ്ട്, പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഷീ ലിവ്സ് ഇൻ സിറ്റി. അപ്പോൾ അവളങ്ങനെ സിറ്റി ലൈഫിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഷീ ലിവ്സ് ഇൻ എ സിറ്റി എന്ന് പറയുന്ന വാക്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേണം, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വേണം, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ വേണം, നെഗറ്റീവ് WH ക്വസ്റ്റ്യനും വേണം. ഇത്രയും നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്ത് കണ്ട് അയച്ചു തരാം. നമ്പർ ഓർഡർ പ്രകാരം ഫസ്റ്റ് വാക്യം എഴുതിക്കോളൂ. മൊത്തം 6 ഉണ്ടായിക്കോട്ടെ. 1 2 3 4 5 6. വാക്യങ്ങളെ പേരൊന്നും എഴുതിയേക്കണ്ട. പോസിറ്റീവ് സെൻറ്റൻസ് എന്നുള്ള പേരൊന്നും വേണ്ട. നമ്പർ 1 2 3 4 5 6 അങ്ങനെ 6 വാക്യങ്ങളുടെ നമ്പർ ഇട്ടുകാണ്ട് എഴുതിയാൽ മതി. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്തുകാണ്ട് ഒന്ന് അയച്ചോളൂ കേട്ടോ. ഓക്കെ, എല്ലാം റെഡി അല്ലേ? യെസ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഒരു 4 മിനിറ്റ് സമയം തരാം കേട്ടോ. എല്ലാവരും ചെയ്തോളൂ. ഈസി അല്ലേ സംഭവം? ഷീ ലിവ്സ് ഇൻ സിറ്റി. ഷീ ലിവ്സ് LIVES ആണ് സ്പെല്ലിങ്. ഷീ ലിവ്സ് ഇൻ സിറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം. സന ഫുള്ള് വന്നോട്ടെ. ഓരോ വാക്യങ്ങളായിട്ട് അയക്കണ്ട, ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് അയച്ചാൽ മതി. ആദ്യം പോസിറ്റീവ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതും ടൈപ്പ് ചെയ്തോളൂ. പിന്നെ സെക്കൻഡ് മുതലാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതും ചെയ്തോളൂ കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി ചെയ്യൂ. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇത് വേണം ചെയ്യാൻ. പിന്നെ എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. പിന്നെ ആരും മാറി നിൽക്കരുത്. മറിയം, സുൽഫത്ത്, സാജിദ, ഫൗസിറ, ഷഹാന, പിന്നെ ആരൊക്കെ ഉള്ളത്? ജിസ, സബിത, ഫമിത, മുനീറ, മുഹമ്മദ് ഷിബില, ഹസൻ, അമീർ. ഓക്കെ, എല്ലാവരും ഒരാളും മാറി നിൽക്കാതെ എല്ലാവരും പങ്കെടുക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, ഷീ ഈസ് നോട്ട് ലിവിങ് ഇൻ സിറ്റി. അത് ശിവാനി അങ്ങനെ അത് ഇല്ല. ഷീ ഡസ് നോട്ട് അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഷീ ഡസീൻറ്റ്. ഞാൻ ഒരു മോഡലും പറഞ്ഞു തന്നല്ലോ. ഷീ ഡസീൻറ്റ് ലിവ് ഇൻ സിറ്റിയാണ് സെക്കൻഡായിട്ട് വരേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. ബാക്കിയുള്ള ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഡസ് ആണ് ഓക്സിലറി. ആരും മാറി നിൽക്കരുത്, എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. സന, ഷീ ഡസീൻറ്റ് ലിവ് ഇൻ സിറ്റി. അങ്ങനെയാണ് കറക്റ്റ് വരേണ്ടത് കേട്ടോ. ഷീ ഡസീൻറ്റ് ലിവ് ഇൻ സിറ്റി. അപ്പോഴേ ശരിയാവുള്ളൂ. ജാസ്മി ടൈപ്പ് ചെയ്ത് വെച്ചാൽ കറക്റ്റാണ്. പിന്നെ എല്ലാവരും പങ്കെടുക്കും. 6 വാക്യം ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ് ബെറ്റർ. ഓരോന്ന് അയച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരുമിച്ച് അയക്കും പിന്നെ കൺഫ്യൂഷൻ വരില്ല. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഷീ ലിവ്സ് ഇൻ സിറ്റി. നെഗറ്റീവ് സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞതാ. ഷഹാന കറക്റ്റായിട്ട് അയച്ചിട്ടുണ്ട്, ഫുള്ള് ശരിയാണ്.
രണ്ടാമത്തെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഷീ ഡസീൻറ്റ് ലിവ് ഇൻ സിറ്റി. തേർഡ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോൾ ആൻസർ പറയുന്നില്ല, ടൈപ്പ് ചെയ്യുന്ന പല ആൾക്കാരെയും അത് സ്വാധീനിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഫോർത്ത് നെഗറ്റീവ് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫിഫ്ത്ത് വരിക പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ. ആറാമത്തത് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. അതായത് പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഇതാണ് ഓർഡർ. ഈ ഓർഡറിലാണ് ഇങ്ങോട്ട് അയക്കേണ്ടത് കേട്ടോ. ഓക്കെ, എല്ലാവരും പങ്കെടുക്കും. തെറ്റ് വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സന ഒക്കെ കറക്റ്റാക്കി. സന എഴുതി വിട്ടതൊക്കെ ശരിയാട്ടോ, ഫുള്ള് ശരിയായിക്കണം. ഓക്കെ, എല്ലാവരും പങ്കെടുക്കും, ആരും മാറി നിൽക്കരുത്. യെസ്, വരട്ടെ. സബിത, ഓക്കെ. ഓരോന്നും നമ്പർ ഇട്ടുകാണ്ട് ഇതാ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫൈലിൽ വന്ന ആള് കറക്റ്റാണ്. കറക്റ്റ് ഇപ്പോൾ ഇതുവരെ 3 ആളുകൾ ആൻസർ അയച്ചു കഴിഞ്ഞു, ഫുൾ ആൻസർ. അത് ഫുള്ള് കറക്റ്റാണ് എന്ന് പറയുകയാണ്. 4 ആൾ അയച്ചു കഴിഞ്ഞു അല്ലേ? 4 പേര് അയച്ചു കഴിഞ്ഞു. എല്ലാവരും പങ്കെടുക്കൂ. വൈ ഡസൻ ഷീ ലിവ് ഇൻ സിറ്റി? സന, അത് കറക്റ്റാണ്. ഇതിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ആ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പഠിക്കുകയാണ്. നമ്മളതാണ് വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇംഗ്ലീഷിൽ. ജിസ, സന ശരിയാ, ഫുള്ള് ശരിയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് സഹല ഫുള്ള് ശരിയാണ്. പിന്നെ അമീറ 3 ആയിട്ടുള്ളൂ, ഇനി 3 ഇനിയുണ്ട്. അപ്പോൾ ഈ അയച്ചത് ശരിയാണ്. ഓക്കെ, സാജിദ ഫുള്ള് ശരിയായിട്ടുണ്ട്. പിന്നെ സാലിഹ ഫുള്ള് ശരിയാണ്. ഫമിദ 2 എത്തിയിട്ടുള്ളൂ, അത് ശരിയാണ്. സോ സംഭവം ക്ലിയർ ആണ്. എല്ലാവരും സന വെൽക്കം. എല്ലാവരും പങ്കെടുക്കുക, ഒരാൾ മാറി നിൽക്കരുത്. ഇപ്പോൾ ഇന്ന് ക്ലാസ്സിൽ മാക്സിമം പാർട്ടിസിപ്പേഷൻ ആയിട്ടുണ്ട്. ഏകദേശം 30 ആളിൻ്റെ മേലെ ക്ലാസ്സിലെത്തി എന്നുള്ളതാണ് എൻ്റെ ധാരണ. പിന്നെ അമീറ, ഓക്കെ. ഓരോ വാക്യങ്ങളാവുമ്പോഴേ എത്ര വാക്യം അയച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഒരുമിച്ച് അയക്കുമ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ വരില്ല. സുൽഫത്ത്, ഷജീന, ഷഹാന, ഷബീന ഒക്കെ പങ്കെടുക്കൂട്ടെ. നഫീസ, മറിയം, റുബീന കറക്റ്റാണ് കേട്ടോ. റുബീന ഓക്കെ. കുറേ കാലങ്ങളായിട്ട് നമ്മളെ ആകെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്ന ഒരു വലിയൊരു ഭാഷയാണ് നമ്മൾ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ പോകുന്നത്. സുൽഫത്ത്, ഓക്കെ. കറക്റ്റാണ്. സുൽഫത്ത് അക്ബർ കറക്റ്റാണ്. ഫമിത എൻ്റെ ആൻസർ അയച്ചിരുന്നോ? വരട്ടെ, ആൻസർ വരട്ടെ. എല്ലാവരും പങ്കെടുക്കണം. ഒരാൾ പോലും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. മാക്സിമം ട്രൈ ചെയ്യുക. തെറ്റ് വരികയാണെങ്കിൽ വന്നോട്ടെ, നമ്മളെല്ലാം അറിയുള്ളൂ, വേറെ ആരും അറിയാൻ പോകണില്ലല്ലോ കേട്ടോ. തെറ്റിന് വന്നോട്ടെ. തെറ്റുകൾ വരുന്നു എന്ന് കരുതിക്കാണ്ട് നമ്മൾ ആൻസർ അയക്കാതിരിക്കരുത്. പങ്കെടുക്കുക എന്നുള്ളതാണ് മുഖ്യം. സാലിഹ, ഓക്കെ. സാലിഹൻ്റെ ഫുൾ എത്തിയിട്ടുണ്ടല്ലേ? ഫുള്ളാണ് കേട്ടോ, കറക്റ്റാണ് കേട്ടോ സാലിഹ. ഫമിത, ഓക്കെ. ഫമിത ഇനി 2 വാക്യം പാടുണ്ട്, അതും കൂടി അയക്കൂ. ഫസ്റ്റ് 2 ആദ്യം അയച്ചു അല്ലേ? ഓക്കെ. മുനീറ ഫുൾ ശരിയാ. 2 വാക്യം പാടെ എഴുതാണ്ട് മുനീറ. പിന്നെ ഹസൻ ശരിയാണ് കേട്ടോ. സിദു, ബീനു കറക്റ്റാണ്. 2 കൂടി സമയമുണ്ട്, എല്ലാവരും പെട്ടെന്ന് ചെയ്യൂ. ഷബീന, ഓക്കെ. ബാക്കിയുള്ളത് വരട്ടെ. ഷബീന റഫീഖ്
ശ്രമിക്കുക. ഇതിൽ തെറ്റ് വരാനില്ല. ഈ തെറ്റതവോ നമ്മൾ അറിയാതെ വരികയാണെങ്കിൽ വരട്ടെ. നമ്മൾ എത്ര വർഷം വീണതാണ് പലയിടത്തും നടത്തം പഠിക്കേണ്ട സമയത്ത്. ഇന്ന് നമ്മൾ ആരും നടക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വീഴ്ച സ്വാഭാവികമാണ്. കുറച്ചും കൂടി പേര് പങ്കെടുക്കാനുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ 6 വാക്യം പഠിച്ചിരുന്നില്ലേ? പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, അങ്ങനെ 6 വാക്യം പഠിച്ചില്ലേ? അതിലൊരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം ഞാൻ പറയാം. അത് ഞാൻ പോസിറ്റീവ് സെന്റൻസ് പറയും, നിങ്ങൾ ബാക്കിയുള്ള 5 വാക്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കണ്ട് അയച്ചു തരണം. ഒന്നും കൂട്ടി 6 അയച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ഷീ ലിവ്സ് ഇൻ സിറ്റി. ഷീ SHE ആണ്, ലിവ്സ് LIVES ആണ്, ലിവ്സ് ഇൻ സിറ്റി. ഓക്കെ, അതിൻ്റെ ഇപ്പം ഞാൻ പോസിറ്റീവ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെഗറ്റീവ് മുതലുള്ള 6ാമത്തെ വാക്യം വരെയുള്ള നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു. നമ്പർ ഇങ്ങനെ 1 2 3 4 5 6 അങ്ങനെ നമ്പർ ഇട്ടാൽ മതി കേട്ടോ. വാക്യത്തിൻ്റെ പേരൊന്നും വേണ്ട. ഓക്കെ, ചെയ്തോളൂ. പിന്നെ അമീറ അതിൻ്റെ ഇടയിൽ ആൻസർ അയച്ചിരുന്നു. ജാസ്മി അയച്ചത് ശരിയാണ്. അമീറ ഫുള്ള് ശരിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ അലീന പുളിക്കൽ ഫുള്ള് ശരിയാണ്. ഓക്കെ, എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ പിന്നെ മാരേജ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളോളം ഫാമിലി ലൈഫിലേക്ക് മാറി പഠന മേഖലയുമായിട്ട് ബന്ധം ഇല്ലാതിരുന്നിട്ട് പോലും നിങ്ങളുടെ പഴയ ആ ഒരു വൈബിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു, പഴയ ആംബിയൻസിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഓക്കെ, ഹസൻ എന്നുള്ള പ്രൊഫൈലിൽ വരുന്ന നമ്മുടെ ടീച്ചർ ലാസ്റ്റ് വരെ നിങ്ങൾ 2 വാക്യങ്ങൾ വീതം നിങ്ങൾ അയക്കുന്നത്, നിങ്ങൾ അയച്ചത് ഫുള്ള് ശരിയാണ് കേട്ടോ. ഓക്കെ, ഫുൾ അയച്ചു കഴിഞ്ഞു, ശരിയാണ്. ആഷിക പങ്കെടുത്തിരുന്നു. ആഷിക പങ്കെടുത്തോളൂ. സബിത ഫുൾ ആൻസർ ചെയ്ത് അയച്ചോ? ജിസ അയച്ചിട്ടുണ്ട്, ഫമീദ അയച്ചു, മുനീറ അയച്ചു. പിന്നെ ഇനി അയക്കളൊക്കെയാണ് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട്. നഫീസ മോള് ആൻസർ അയച്ചിരുന്നോ? ജാസ്മി അയച്ചു, ഞാൻ കണ്ടതാണ്. പിന്നെ ഇനി ഫമീദ ഫുള്ള് ആയിട്ടുണ്ട്. മറിയം അയച്ചിരുന്നു. ഷഹല, റിഫ അയച്ചിട്ടില്ലല്ലോ. റിഫ അയച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. അബ്ദുറഹിമാൻ എന്നുള്ള പ്രൊഫൈലിൽ വരുന്ന ആൾ 2-3 വാക്യം അയച്ചിട്ടുള്ളൂ, ഫുള്ളായിട്ടില്ല. റിഫ ഉവൈസ് ഫുൾ കറക്റ്റാണ് കേട്ടോ. റിഫ താങ്ക്സ്. ഓക്കെ, ഇനി ഫൗസി അയച്ചിട്ടില്ല. ഷിവാനി അയക്കാനുണ്ട്, നസീറ അയക്കാനുണ്ട്, സുൽഫത്ത് അയച്ചിരുന്നു. ഷഹാന അയച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അയച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും പങ്കെടുക്കാം. എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക. നമ്മളിതിൻ്റെ ഭാഗമായിട്ട് മാറും. ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, അബ്ദുറഹ്മാൻ ഷഹല അബ്ദുറഹ്മാൻ അല്ലേ? ഫുള്ളായിട്ടുണ്ട്. സാജിദ അയച്ചിരുന്നോ? സാജിദ പൊതുവെ ക്ലാസ്സിലെല്ലാം ആക്റ്റീവാണല്ലോ. അയച്ചിരുന്നോ വാക്യം? അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരെയും ആൻസർ വരട്ടെ കേട്ടോ. പങ്കെടുക്കുന്ന ഒരാളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മുടെ രീതി അതാണ്. കാരണം നിങ്ങളെ ഒരു 9 മാസം 10 മാസം കൊണ്ട് നമ്മൾ ടീച്ചറാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഈ കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ടീച്ചറാക്കിയിട്ടേ അടങ്ങുള്ളൂ. പക്ഷെ നിങ്ങൾ നിർത്തിപ്പോവരുത്. ഓക്കെ, നിങ്ങൾ നമ്മളെ കൂടെ തന്നെ വേണം. എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും മാക്സിമം കഴിയുന്ന അത്രയും ലൈവ് തന്നെ ക്ലാസ്സിന് വരിക. പിന്നെ മക്കൾ കാരണമായിട്ട് മറ്റൊക്കെ ഹോസ്പിറ്റൽ കേസുകൾ വരുമ്പോൾ മാത്രം റെക്കോർഡിംഗ് ക്ലാസ്സിനെ ആശ്രയിക്കുക. അങ്ങനെ പിന്നെ ക്യാമ്പുകൾ വരുമ്പോൾ ക്യാമ്പിന് കൃത്യമായിട്ട് പങ്കെടുക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഔട്ടിങ് വരുന്നുണ്ട്. ഒരു ഓഫ്ലൈൻ ഔട്ടിങ് കഴിയുന്നവർക്ക് പങ്കെടുത്താൽ മതി. ഒരു 1 ഡേ ടൂർ പ്രോഗ്രാമാണ് കേട്ടോ. അതിൻ്റെ കാര്യമൊക്കെ നിങ്ങളെ അറിയിക്കും. അതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഓക്കെ, ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ നഫീസ മോൾ കറക്റ്റാണ്. നഫീസ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നഫീസ, നസീറ, ഷിവാനി ഓക്കെ ഫുൾ കറക്റ്റ്. ഷിവാനിയോ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. ഇനി ഫൗസിയ വരട്ടെ. ഫൗസിയ, ഞാൻ വെയിറ്റ് ചെയ്യാണ്.
ഷാജിദ അയച്ചിട്ടുണ്ടോ? ഹസന ക്ലാസ്സിൽ വളരെ ആക്റ്റീവായി വരുന്ന ആളാണല്ലോ അല്ലേ? ഷിഫ അല്ലേ ഇപ്പോൾ മെസ്സേജ് ചെയ്തത്? കോൺഫിഡൻസ് ഒക്കെ വരും. അതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാം പാടെ കിട്ടില്ല. പക്ഷേ നോക്കൊണ്ടു 2-3 മാസം കഴിയട്ടെ, ഷിഫ ശരിക്കും എവിടെ എത്തുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഷിഫ അന്നും ഞാനുണ്ടാവും, ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ ഇപ്പം എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ഒക്കെ ഒന്ന് ഓപ്പൺ ആവട്ടെ. നമ്മുടെ പിന്നെ അണിയറയിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ് കാര്യങ്ങൾ ടൈം ടേബിളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിസ്സുമാരും നമ്മുടെ സാറന്മാരും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരു വിഷയം എന്ന രീതിയിൽ ഇന്ന് ടാസ്ക് തരാം കേട്ടോ. ടാസ്കുകൾ ടാസ്കുകൾ നന്നായി വരും. ഇംഗ്ലീഷ് മാത്രമല്ല, ടാസ്കുകൾ നന്നായി വരാനുണ്ട് കേട്ടോ. പേടിക്കണ്ട, കഴിയുന്ന തരുള്ള സമയം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കൂടുതൽ ടാസ്ക് തരാത്തത് നിങ്ങളിങ്ങനെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ 1-2 വർഷം മുമ്പ് പഠിച്ച് ഇപ്പോൾ ഈ റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ക്ലാസ് കൊണ്ട് തന്നെ പഴയ വൈബിലേക്ക് തിരിച്ചു വരാൻ കഴിയും. പക്ഷേ ഒരു 7-8 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ഈ പഠന മേഖലയുമായി ബന്ധമില്ലാതെ പിന്നെ ഹൗസ് വൈഫായിട്ട് മാത്രം പിന്നെ ഒതുങ്ങി കൂടിയ നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് 1-2 ക്ലാസ് കൊണ്ട് പെട്ടെന്നെ പഴയ ആ വൈബിലേക്കോ ആംബിയൻസിലേക്കോ എത്താൻ കഴിയൂല, ഒരു ആംബിയൻസിലേക്ക് എത്താൻ കഴിയൂല. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു 2-3 ആഴ്ച ക്ലാസ്സുകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ടാസ്ക് തരാത്തത്. നമ്മൾ തരുന്ന ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ പറഞ്ഞത് സത്യമാണ്. 24 വർഷം അങ്ങനത്തെ കല്യാണം കഴിഞ്ഞിട്ടോ ചെറിയൊരു അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഒരു പക്ഷേ ഈ പറഞ്ഞ ആളെ പേരെന്താണ്? എന്താണ്? ഓക്കെ സജിത ഓക്കെ സബിത ഓക്കെ. കീപ് കാം ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ടു. അപ്പോൾ സബിത, ഒരു പക്ഷേ നമ്മുടെ ഈ ബാച്ചുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ടീച്ചേഴ്സിൽ ഒരാൾ സബിതയായിരിക്കും എന്ന് ഞാനത് പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ 28 കൊല്ലത്തെ എൻ്റെ 28 ഇയേഴ്സിലെ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ പ്രഖ്യാപിക്കേണ്ടത്. നോക്കാലും നമുക്ക് 24 കൊല്ലമൊന്നും ആയിട്ടില്ലെങ്കിൽ 4 കൊല്ലായി ഞാനും പഠിപ്പ് നിർത്തിയിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറവുണ്ട്, കയ്യോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന്. അത് പ്രശ്നേ അല്ല. കോൺഫിഡൻസിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഓക്കെ, എന്റെ മക്കളുടെ ഇടയിൽ എനിക്കൊരു കുറവ് വരാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ എന്തൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യം നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും. ഈ 2 ആഗ്രഹം കൂടി ചേരുമ്പോൾ സിങ്ക്രണൈസേഷൻ വരുന്നതാണ് ഇംഗ്ലീഷിൽ പറയുക. അതിന് സംഭവം എന്ന് വെച്ചാൽ ആ ആഗ്രഹം അങ്ങോട്ട് പൂർത്തീകരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നിങ്ങൾ ആ ഒരു കാര്യം സഫലീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പോരാടും. ഇതൊക്കെ സയന്റിഫിക്കലി എങ്ങനെ ഞാൻ ഓതേഴ്സിന്റെ പിന്നാലെ പോണില്ല കേട്ടോ. കാരണം നമ്മൾ ക്ലാസ്സിന്റെ ടൈമിന്റെ പ്രശ്നം കൊണ്ടാണ്. കുറെ ആൾ കോട്ടിങ്സ് ഒക്കെ എടുത്ത് പറയാനുണ്ട്. പക്ഷെ നമുക്കതൊക്കെ ഈ ഭാവിയിൽ പറയാം. പക്ഷേ ഇത് ഇത് തീർച്ചയാണ് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും ആ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ആവാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഉറപ്പിച്ചോളൂ. തള്ളല്ല ഇത് തള്ളല്ലേ. കാരണം ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സിൽ തള്ളാറില്ല. കാരണം ഇത് ലൈഫ് കൊണ്ടുള്ള കളിയാണ്, ഇത് ജീവിതം കൊണ്ടുള്ള കളിയാണ്. കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരു പക്ഷേ ജീവിതത്തിൽ ഇനി നല്ലൊരു കാലഘട്ടം ഇല്ല എന്ന് ദുഃഖിച്ചിരിക്കുന്ന, നിരാശയോട് കൂടിയിരിക്കുന്ന ആ സമയത്താണ് നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതും ഒരുപാട് പ്രയാസപ്പെട്ട് അനുവാദം ചോദിച്ച് അവസാന അനുവാദം കിട്ടി ഈ കോഴ്സിന് നിങ്ങൾ ഇറങ്ങിയതും. ആ ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഉണ്ട്.
അപ്പോൾ ഇത് ജീവിതം കൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തള്ളി മറിക്കലൊന്നും പറ്റൂല. ഇവിടെ യാഥാർത്ഥ്യം അതേപോലെ പറയാനേ പറ്റുള്ളൂ. ഞാൻ ആ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. കാരണം നിങ്ങൾ ഈ ഒരു കോഴ്സ് ആഗ്രഹിച്ച് നിങ്ങൾ ഇതിനു വേണ്ടി ശരിക്കും നിങ്ങൾ പഠിക്കാനായിട്ട് ഇറങ്ങി തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഒരു ശക്തിക്കും നിങ്ങളെ ടീച്ചറാവാതിരിക്കാൻ, ടീച്ചറാകുന്നതിനും പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയൂല. അത് ദൈവം നിങ്ങൾ ടീച്ചറാക്കാൻ പരിശ്രമിക്കുകയാണ്. ദൈവം നിങ്ങളെ കൂടെയുണ്ട്. മനസ്സിലായല്ലോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പരമായ യാഥാർത്ഥ്യതാണ്. അപ്പോൾ അത് വലിയൊരു ഭയങ്കര സത്യം തന്നെയാണത്. കാരണം ഈ കോൺഫിഡൻസ് ഇപ്പോൾ സാജിദയും ഷിഫിയൊക്കെ പറഞ്ഞു കോൺഫിഡൻസ് ലെവല് കുറവാണെന്ന്. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സാണ്. ഇതിനേക്കാളും ബുദ്ധിമുട്ടേറിയ പല കാര്യങ്ങളിലും നിങ്ങൾ സ്വയം ആർജിക്കുന്ന കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ടീച്ചറാവുമെന്ന് പറയുമ്പോൾ അതൊരു തീരെ പ്രയാസമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തി ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും അനുഭവങ്ങൾ വരട്ടെ കേട്ടോ. ഒരു 2-3 മാസം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കും, ഷിഫ എന്ന് ഞാൻ ചോദിക്കും നിങ്ങളോട്, ഷിഫ ഇപ്പം എങ്ങനെയുണ്ട്, സവിത ഞാൻ ചോദിക്കും കോൺഫിഡൻസ് ലെവൽ എങ്ങനെയുണ്ട് ചോദിക്കും. അന്ന് നിങ്ങൾ പറയും, സാറേ ഇന്ന് തുടക്കത്തിൽ കണ്ട ആളെയല്ല ഞാൻ ഇന്ന് ആകെ മാറിയിക്കണം എന്ന് പറയൂ. ഓക്കെ, യെസ്, അതിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതിൽ ഈ ഒരു മേഖലയിൽ തന്നെ ഞങ്ങളുടെ പോരിഷ പറയില്ല കേട്ടോ. ഞങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ ഈ മേഖലയിൽ നമ്മൾ പറയില്ലേ എല്ലാം പാറ്റി തെളിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഒരൊറ്റ കാര്യം അത് എനിക്ക് ഉറപ്പ് തരണം. സെക്കൻഡ് തോട്ടുകൾക്ക് നിങ്ങൾ വില കൊടുക്കരുത്. അഥവാ രണ്ടാം ചിന്ത. നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സെന്ന് വേറൊരാളിങ്ങനെ മന്ത്രിക്കും, അല്ലടി ഇജിപ്പോൾ അതിന് നിൽക്കണ, നീ ഇപ്പം അതിന് പോകണോ, നിന്നെക്കൊണ്ടത് വയ്ക്കുമോ, നിന്നെക്കൊണ്ടതിന് കഴിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സൈക്കോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ സെക്കൻഡ് തോട്ടാണ്. ഇനി മുസ്ലിമീങ്ങളുടെ ഭാഷയിലും മറ്റു സഹോദര മതങ്ങളുടെ ഭാഷയിലും പറഞ്ഞാൽ ഇത് ഷെയ്ത്തോനാണ്, ഇബ്ലീസാണ്, സാത്താനാണ്. ഓക്കെ, ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ആ ചിന്തക്ക് നിങ്ങളെങ്ങാനും പ്രാധാന്യം കൊടുത്താൽ അവിടെ കഴിഞ്ഞു എല്ലാം. പിന്നെ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ ആ സെക്കൻഡ് തോട്ട് ഉണ്ടാവാനേ പാടില്ല. ഓക്കെ, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല എന്ന രീതിയിൽ പോയാൽ മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആവേശമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ഈ കോഴ്സ് കഴിയുന്നത് വരെയും നിങ്ങളെ കൂടെ ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോട് കൂടി നമ്മളിത് അടുത്ത ഭാഗം പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി നിങ്ങളുടെ ഒരുപാട് കാലം നിങ്ങൾ കാണാതിരുന്ന കൂട്ടുകാരിയെ നിങ്ങൾ കണ്ടു. അവളോട് ചോദിച്ചു, അവളുടെ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അവൾ പറഞ്ഞു ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. ഓക്കെ, ഇനി നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് പോന്ന് അന്ന് ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങളെ ഹസ്ബൻഡും ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാണ് എന്ന് വിചാരിച്ചുകൊള്ളൂ. അപ്പോൾ ഒരു ദിവസം നസീറ, ഞാൻ ആൻസർ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ സമയം നമുക്ക് ആൻസറിന് വേണ്ടി ചിലവഴിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം ക്ലാസ് എടുത്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഹസ്ബൻഡിനെ യാത്ര അയക്കുകയാണ്, മീൻസ് അദ്ദേഹം ഓഫീസിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞു, വൈകുന്നേരം നീ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടിയൊക്കെ ഒരുക്കി നിർത്തി നിൽക്കൊണ്ട് നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാം, ഇന്ന് ഡൈൻ ഔട്ട് ചെയ്യാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, എൻ്റെ വലിയ ആഗ്രഹമാണല്ലോ കേട്ടോ. ഓക്കെ, എനിക്കും ഏകദേശം ഒരു 4 മണിക്ക് ശേഷം ഫ്രീ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു 2 അല്ലെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ എങ്ങനത്തെ ഔട്ടിങ് ഉണ്ടാവാറുള്ളൂ. സോ നിങ്ങൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലായി നിങ്ങൾ അദ്ദേഹത്തെ യാത്ര അയച്ചു. അന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതാണ് സന്തോഷമുള്ള ഒരു കാര്യം. പിന്നീട് വരാനുണ്ടെങ്കിൽ പിന്നെ ബോറടിപ്പിക്കുന്ന ജോലി വരെ ഭയങ്കര രസമാണ് ഈ കാര്യം. ഓക്കെ, അതൊരു സൈക്കോളജിയാണത് കേട്ടോ. അങ്ങനെ നിങ്ങൾ എല്ലാ ജോലിയും സമയത്ത് വന്ന് ഭയങ്കര ധൃതിയായിരുന്നു, ഭയങ്കര ആവേശമായിരുന്നു, ഒക്കെ തീർത്തു.
അപ്പോൾ ഒരു 4:30 മണിയായിട്ട് അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ അദ്ദേഹം ഫോൺ അവിടെ വെച്ചിട്ട് മെയിൻ ഓഫീസിലേക്ക്, ദാറ്റ് മീൻസ് മാനേജിംഗ് ഡയറക്ടർ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളെ അവർക്കറിയാം, പിന്നെ അവർക്ക് നിങ്ങളെയും അറിയാം. നിങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹീ ഈസ് ഡൂയിങ് വർക്ക്. ഹീ ഈസ് ഡൂയിങ് വർക്ക്. എന്താ പറഞ്ഞത്? ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം വീട്ടിലേക്ക് വരും തോന്നുന്നില്ല. അഡീഷണൽ ഡ്യൂട്ടി മാനേജർ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് പറയാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഓഫീസിലേക്ക് പിന്നെ ഹെഡ് ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. 1 മിനിറ്റ് ആകുമ്പോഴേക്കും അദ്ദേഹം അങ്ങോട്ട് വരും. അപ്പുറത്തെ റൂമിലാണ് എന്ന് പറഞ്ഞു. ഹീ ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. കണ്ടോ, നമ്മൾ ഹീ ഈസ് ഡൂയിങ് എന്ന് പറയുന്ന ഡൂയിങ് ING ഒക്കെ വരുന്ന ഈ ഒരു ഫോം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ രണ്ടാമതായിട്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലെ പഠിപ്പിക്കുള്ളൂ എന്ന് ജസ്റ്റ് പറയുകയാണ്. രണ്ടാമതായി പഠിക്കാനുള്ള ടെൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് എന്തായാലും പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ല പോലെ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സമയം 8 മണിയാവാൻ 5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 40 മിനിറ്റ് നമുക്ക് ക്ലാസ് മതി. ഒരു ക്ലാസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അറിയാലോ, നമുക്ക് എല്ലാവരെയും ഒരേപോലെ എല്ലാവരെയും ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അവരെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ടാസ്ക് പറയാം. ഇന്നൊരു ടാസ്ക് ഉണ്ട്. ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ വാക്യത്തിൻ്റെ 5 ബേസിക് സെൻറ്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ടോട്ടൽ 6 ഉണ്ടാവും. അത് നിങ്ങളെല്ലാവരും ഒന്ന് നോട്ട് ബുക്കിൽ എഴുതിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലായൊന്നും പറയാനില്ല. അടുത്ത ടാസ്ക് ഞാൻ പറഞ്ഞുതരാം. ടാസ്ക് ഇതാണ്. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. വർക്ക് സ്പെല്ലിങ് WORKS. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. അവൾ ഒരു സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് ഉള്ള പോസിറ്റീവ് വാക്യം. ഇതിൻ്റെ മറ്റു 5 വാക്യങ്ങൾ അത് ഞാൻ പറഞ്ഞ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ, അതൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി ഒന്ന് പിക്ക് എടുത്ത് അയക്കാം. ഇനി മൊബൈലിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചാലും കുഴപ്പമൊന്നുമില്ല, വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഇത് ചെയ്യുമ്പോൾ അർത്ഥം കൂടി ശ്രദ്ധിക്കേണ്ടി. ഇതൊക്കെ എന്താണ്, അതായത് ഓക്കെ സുൽഫത്ത്, ഞാൻ ഒന്നുകൂടി പറയാം. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. ഷീ വർക്ക്സ് ഇൻ എ സ്കൂൾ. അവളൊരു സ്കൂളിൽ ജോലി ചെയ്യുകയാണ്. ഇതാണ് ആ വാക്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള 5 വാക്യങ്ങൾ എല്ലാവരും എഴുതുക. ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. കാരണം നമുക്ക് അർത്ഥം കൂടി അറിയുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ് നാളെ തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഇനി ഓരോരുത്തരായി ലീവ് ചെയ്തോളൂ കേട്ടോ.